ഉക്രൈൻ നടപ്പിലാക്കുന്ന നിർബന്ധിത സൈനിക സമാഹരണ തന്ത്രങ്ങൾക്കെതിരെ രൂക്ഷമായ ആക്രമണവുമായി റഷ്യ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഉക്രൈനിലെ ടെറിട്ടോറിയൽ റിക്രൂട്ട്മെന്റ് സെന്ററുകൾ സാധാരണക്കാർക്ക് നേരെ കടുത്ത ബലപ്രയോഗം നടത്തുകയാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖോറോവ ആരോപിച്ചു. സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രചരിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളെ ആസ്പദമാക്കിയാണ് സഖോറോവ ഉക്രൈൻ ഭരണകൂടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. സൈന്യത്തിലേക്ക് നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടുപോകുന്ന തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കാനായി ഉക്രൈനിയൻ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി യാചിക്കുന്ന ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അവരുടെ വിമർശനം. ഉക്രൈനിലെ നിലവിലെ നിർബന്ധിത റിക്രൂട്ട്മെന്റ് രീതികൾ മാനുഷിക മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് റഷ്യ വാദിക്കുന്നുണ്ട്. സ്വന്തം ജനതയോട് സെലൻസ്കി ഭരണകൂടം കാണിക്കുന്ന ഈ ക്രൂരത വൻ ശക്തികളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെയും സഖോറോവ ശക്തമായി വിമർശിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജനങ്ങളെ റഷ്യക്കെതിരായ യുദ്ധത്തിൽ ബലിയാടുകളാക്കുകയാണ് ഉക്രൈൻ നേതൃത്വം ചെയ്യുന്നതെന്ന് അവർ ആരോപിച്ചു. പാശ്ചാത്യ ശക്തികളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായവും ആയുധങ്ങളും നിലനിർത്താൻ വേണ്ടിയാണ് ഉക്രൈൻ ഇത്തരത്തിൽ അനാവശ്യമായി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നാണ് റഷ്യൻ നിലപാട്. ഇതിനായി സാധാരണക്കാരായ പൗരന്മാരെ ബലമായി യുദ്ധക്കളത്തിലേക്ക് തള്ളിവിടുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതോടൊപ്പം ഉക്രൈന്റെ ഭൗമരാഷ്ട്രീയ നിലനിൽപ്പിനെ കുറിച്ച് തികച്ചും വിപ്ലവകരവും ശക്തവുമായ ഒരു അവകാശവാദവും മരിയ സഖോറോവ ഉന്നയിച്ചു. ഉക്രൈന്റെ പരമാധികാരത്തിന്റെയും പ്രാദേശിക അഖണ്ഡതയുടെയും ഏക ഉറപ്പ് സൈന്യമെന്നും റഷ്യ മാത്രമാണെന്നും റഷ്യക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നും അവർ പ്രസ്താവിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിന് വഴങ്ങിയതിലൂടെ ഉക്രൈൻ സ്വന്തം പരമാധികാരവും സുരക്ഷിതത്വവും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സഖോറോവ ചൂണ്ടിക്കാട്ടി. റഷ്യയുമായുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം തകർത്തതാണ് ഉക്രൈനെ ഇന്നത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് നയിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. റഷ്യയും ഉക്രൈനും തമ്മിൽ ദീർഘകാലമായി തുടരുന്ന സായുധ സംഘർഷത്തിന്റെ ഉക്രൈന്റെ സൈനിക ശേഷി കുറഞ്ഞു വരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് റഷ്യ ഇത്തരം പ്രചാരണങ്ങൾ ശക്തമാക്കുന്നത്. മുൻനിരയിൽ പോരാടാൻ ആവശ്യത്തിന് സൈനികരെ ലഭിക്കാത്തത് ഉക്രൈന് വലിയ വെല്ലുവിളിയാക്കുന്നുണ്ട്. സൈനിക ക്ഷാമം പരിഹരിക്കാൻ ഉക്രൈൻ സർക്കാർ റിക്രൂട്ട്മെന്റ് നിയമങ്ങൾ കർശനമാക്കുകയും കൂടുതൽ ആളുകളെ സൈന്യത്തിലേക്ക് ചേർക്കാൻ നിർബന്ധിത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വലിയ ജനരോഷത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഉക്രൈനിൽ നടക്കുന്ന നിർബന്ധിത റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പുറത്തു വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലും ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉക്രൈന് നൽകുന്ന സൈനിക സഹായങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ പാശ്ചാത്യ പാർലമെന്റുകളിൽ നടക്കുന്നതിനിടയിലാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത്. റഷ്യയുടെ ഈ പുതിയ നയതന്ത്ര ആക്രമണം ഉക്രൈനിലെ ജനങ്ങൾക്കിടയിൽ സെലൻസ്കി ഭരണകൂടത്തിനെതിരെയുള്ള വികാരം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ആഭ്യന്തരമായി ഉക്രൈൻ നേരിടുന്ന രാഷ്ട്രീയ സാമൂഹിക പിരിമുറുക്കങ്ങളെ മുതലെടുക്കാൻ ബെയ്ജിങ്ങും മോസ്കോയും ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ റഷ്യയുടെ ഈ ആരോപണങ്ങളെ ഉക്രൈനും പാശ്ചാത്യ സഖ്യകക്ഷികളും തള്ളുകയാണ് പതിവ്. ഉക്രൈന്റെ പരമാധികാരം തകർത്തതും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കിയതും റഷ്യയുടെ അധിനിവേശമാണെന്ന് ഉക്രൈൻ ഭരണകൂടം ആവർത്തിക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉക്രൈനിയൻ ജനത പോരാടുന്നതെന്നും സൈനിക സമാഹരണം രാജ്യരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നുമാണ് ഉക്രൈന്റെ പക്ഷം. റഷ്യ നടത്തുന്നത് വ്യാജ പ്രചാരണങ്ങളാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. എങ്കിലും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ കടുത്ത പ്രസ്താവന വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കും. പ്രത്യേകിച്ച് ഉക്രൈന്റെ പരമാധികാരത്തിന്റെ സംരക്ഷകർ റഷ്യയാണെന്ന അവകാശവാദം വൻ ശക്തികൾക്കിടയിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കും. യുദ്ധക്കളത്തിലെ പോരാട്ടത്തിനൊപ്പം തന്നെ വിവര സാങ്കേതിക വിദ്യയും മാധ്യമ പ്രചാരണങ്ങളും ഉപയോഗിച്ചുള്ള ഈ വാഗ്വാദങ്ങൾ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ വ്യാപ്തി ഇരട്ടിയാക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ കൂടുതൽ അടയുന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്.